ബി ജെ പിക്ക് കേരളത്തിൽ കാര്യങ്ങൾ എളുപ്പമാകാനാണ് സാധ്യത. കാരണം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മുന്നണി സംവിധാനമായിരുന്നു, LDF UDF. അപ്പൊ എല്ലാ ഇവിടെയുള്ള സമുദായ വിഭാഗങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട് രണ്ട് മുന്നണികളും ഒരു വളരെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പെടാതെ പോയത് BJP മാത്രമാണ്. ഇടയ്ക്ക് രാമൻപിള്ളയൊക്കെ CPM-ന്റെ LDF-ന്റെ ഭാഗമായി കുറച്ചുകാലം നിന്നിരുന്നു, കുറച്ചൊരു പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട്. പക്ഷെ അത് ഉദ്ദേശം ഫലം ചെയ്തിട്ടില്ല. പിന്നെ BJP മുമ്പ് കോൺഗ്രസുമായിട്ട് UDF കോലീബി സഖ്യമായി മത്സരിച്ചപ്പോൾ എല്ലാം പരാജയമായിരുന്നു. അപ്പൊ അവർ പൊതുവേ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ UDF-ന് അനുകൂലമായി വോട്ട് മറക്കലായിരുന്നു ആദ്യ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം CPM-ന് സഹിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. ഏതാണ്ട് ഒരേ രീതിയിലൊക്കെ ഇട സംവിധാന പാർട്ടിയാണ്. പിന്നെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ആ ഒരു സ്വഭാവം മാറി. പിന്നെ അതിനു മുമ്പാണ് രാജേട്ടൻ ജയിച്ചതോടുകൂടി ഇവിടെ അവർക്ക് പ്രതീക്ഷ വന്നു, വോട്ട് ഷെയർ കൂടി. ഈ മുരളീധരൻ പാർട്ടി പ്രസിഡന്റായി വന്നതോടുകൂടി, സ്റ്റേറ്റ് പ്രസിഡന്റായി വന്നതോടുകൂടി, മുരളീധരൻ വന്നതോടുകൂടി പിന്നെ ഇവരുടെ വോട്ട് ഷെയറും കൂടി ഒരു സീറ്റും കിട്ടിയിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പടമലങ്ങ പോലെ താഴോട്ട് വന്നുണ്ടോ നമ്മുടെ സുരേന്ദ്രൻ. ഉള്ള സീറ്റും പോയി. സുരേന്ദ്രനൊക്കെ ചെറിയ വോട്ടിനെ തോറ്റ സീറ്റാണ്, പക്ഷെ ഉള്ള സീറ്റും പോയി മാത്രമേ വോട്ട് ഷെയറും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മോഡി നേരിട്ട് ഇടപെട്ട് സുരേഷ് ഗോപിനെ ജയിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. അപ്പൊ സുരേഷ് ഗോപി ജയിച്ചോട് കൂടിയിട്ട് ഇവിടെ ലോക്സഭ അക്കൗണ്ട് ഓപ്പൺ ആക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ലോക്സഭ എന്ന് വെച്ചാൽ ഏതാണ്ട് 7-8 നിയമസഭാ നിയോജകമണ്ഡലം ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ 11 നിയമസഭാ സെഗ്മെന്റിൽ അവർ ഒന്നാമത് വന്നു എന്നാണ് അറിയുന്നത് ഈ ഇലക്ഷനിൽ. അതേപോലെ പലയിടത്തും അവർ രണ്ടാമതും വന്നിട്ടുണ്ട്. അപ്പൊ അവർ കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് BJP വളരെ കോൺഗ്രസ് തളരാനാണ് സാധ്യത. പക്ഷെ ഈ ഇലക്ഷന്റെ റിസൾട്ട് കോൺഗ്രസിന് വളരെ അനുകൂലമാണ്. കാരണം ആരും പ്രതീക്ഷിക്കാത്ത മെജോറിറ്റി, ജയിക്കാൻ ഒരു സാഹചര്യം ഇല്ലാതിരുന്നിട്ട് പോലും, അതായത് ഘടകകക്ഷികൾ മുന്നണിയിലില്ല, മുമ്പ് വോട്ട് ചെയ്തിരുന്ന മുസ്ലിം സമൂഹമൊക്കെ വെർട്ടിക്കലി സ്പ്ലിറ്റായി നല്ലൊരു പങ്ക് CPM-ന്റെ കൂടെയാണ്. അതുപോലെ RSS കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വോട്ട് മറയ്ക്കും. ഇതൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സാധ്യത. ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിലെല്ലാം മറികടന്നുകൊണ്ട് അതിശക്തമായി CPM-ന് എതിരെ, ഭരണവിരുദ്ധ വികാരം എന്ന് ഞാൻ പറയുന്നില്ല, CPM-ന് എതിരെ ഒരു വികാരം ഉണ്ടായി. ആ വികാരം അന്ന് നമ്മൾ മുമ്പ് പറഞ്ഞപ്പം സിദ്ധാർത്ഥിന്റെ കേസൊക്കെ വന്ന് റിസൾട്ട് മറച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞിരുന്നു. സത്യത്തിൽ അത് തന്നെ സംഭവിച്ചു. സിദ്ധാർത്ഥിന്റെ കേസ്, ഇലക്ഷന്റെ കുറച്ച് ദിവസം മുമ്പ് പാനൂര് ബോംബ് പൊട്ടിയ കേസ്, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മുമ്പ് ബോംബ് വെട്ടി മരിച്ച ആളുകളുടെ പേര് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി ഗോവിന്ദ മാഷ് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിക്കുകയും പിന്നെ ഗോവിന്ദ മാഷ് പോവുകയും, അതുപോലെ വടകര നടന്ന കമ്മ്യൂണലിസം കലർന്ന പ്രചാരണം, ഇതെല്ലാം സത്യത്തിൽ വലിയ നെഗറ്റീവായി മാറി എന്നുള്ളതാണ്. അതാണ് ഇത്രയും വലിയ റിസൾട്ട് വന്നത്. കാരണം അപ്പത്തൊന്നും ഇല്ലാത്ത സംഘടനാ സംവിധാനം പോലും ഇല്ലാത്ത കോൺഗ്രസ്, വീക്കായിട്ടുള്ള LDF, അവിടെ കോഴിക്കോട് സ്ഥാനാർത്ഥി രാഘവേട്ടന് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. അതാണ് സ്ഥിതി. രാഘവേട്ടനാണ് CPM-ന്റെ നെടുങ്കോട്ടയായ കോഴിക്കോട് 1.5 ലക്ഷം വോട്ടിന് നയിക്കുന്നത്. അതുപോലെ ഉണ്ണിത്ത ചേട്ടൻ 1 ലക്ഷം വോട്ടിന് നയിക്കുന്നു. ഇതൊക്കെ ഭയങ്കര അവിശ്വസനീയമായ വിജയങ്ങളാണ്. ഇതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഘടകകക്ഷികളല്ല, CPM അണികളും അവരുടെ ലീഡർഷിപ്പും തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ മുമ്പ് 2014 മുമ്പ് ഈ അരുവിക്കര ഇലക്ഷൻ സമയത്ത്, 2014 ശേഷം അരുവിക്കര ബൈ ഇലക്ഷൻ സമയത്ത് സത്യത്തിൽ അരുവിക്കര ബൈ ഇലക്ഷൻ തോറ്റു കൊടുക്കുകയായിരുന്നു CPM. കാരണം അത് തോറ്റു കൊടുത്തോടുകൂടി ഉമ്മൻചാണ്ടി സാറിന് പിന്നെ അഹങ്കാരം കൂടുകയും അദ്ദേഹം എല്ലാവരും വെറുപ്പിക്കുകയും അങ്ങനെ LDF-ന് തിരിച്ചു വരാനുള്ള അവസരം കിട്ടി. മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവ് വിജയകുമാർ അതോടുകൂടി ചിത്രത്തൊന്നും ഇല്ലാതെ. അപ്പൊ അങ്ങനെ CPM ആ രീതിയിൽ ഒരു തന്ത്രം പ്രയോഗിച്ചാൽ അറിയില്ല നിയമസഭാ ഇലക്ഷൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ തവണ ഇങ്ങനെ വലിയ തോൽവി ഉണ്ടായിട്ട് നിയമസഭാ ഇലക്ഷൻ അവർ തിരിച്ചു വന്നു. മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കൾ ഇളമരം കരീം, അതുപോലെ ഒരുപക്ഷെ ഒരു ഭാവി മുസ്ലിം മുഖ്യമന്ത്രിയെ CPM നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏറ്റവും ജനകീയ സൗത്ത് എന്നുള്ള നേതാവാണ് ജയന്തി ഇല്ലാണ് ആരിഫിന്റെ പരാജയം, തോമസ് ഐസക്, ഒരു വിഭാഗം നേതാക്കന്മാർ മൊത്തം ഏതാണ്ട് നിഷ്പ്രഭമായി ഈ ഇലക്ഷനോടുകൂടി. അതിൽ ആരിഫിനൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഇലക്ഷൻ, അത് ഈ ഇലക്ഷൻ ആ രീതിയിൽ കരുതിക്കൂട്ടി തോറ്റല്ലെങ്കിൽ ചെയ്യേണ്ടത് ഈ കോൺഗ്രസ് ഷാനിമോൾ ഉസ്മാന കഴിഞ്ഞ തവണ ആലപ്പുഴ തോറ്റതിന് ശേഷം അരൂരിൽ നിർത്തി ജയിപ്പിച്ചതുപോലെ അരൂര് അടുത്ത തവണ നിർത്തി ജയിപ്പിച്ചെടുക്കണം. ഇത് ബോധപൂർവ്വം തോറ്റതല്ലെങ്കിൽ. കാരണം ആരിഫ് എന്ന് വെച്ചാൽ വലിയൊരു പ്രൈസ് ക്യാച്ചാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് വെച്ചാൽ സൗത്തില് ഒരു SFIയിലൂടെ വന്ന ഒരു ചെറുപ്പക്കാരൻ, അതായത് ഗൗരിയമ്മേനെ തോൽപ്പിക്കുന്നു, നിരന്തരമായി വിജയിക്കുന്നു, എല്ലാ സമുദായങ്ങൾക്കും സ്വീകാര്യൻ. സത്യത്തിൽ ആരിഫ് CPM-ന് ഏറ്റവും വലിയ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള
മുസ്ലിം നേതാവ് കൂടിയാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് BJP കാര്യങ്ങൾ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് അനുമായി 20% വോട്ട് വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ സഭയിൽ ഇളക്കം തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിംസ് ഒഴിച്ച് ബാക്കി എനിക്ക് മുസ്ലിംസിലും നായേഴ്സിലും ഇനി അവർക്ക് കിട്ടാനുള്ള BJP താല്പര്യം കാണിക്കാത്ത 60% ഉണ്ട്. ഇവർ രണ്ടുപേരും അവർക്ക് പിടിക്കാൻ ബുദ്ധിമുട്ട്. ബാക്കി എല്ലാവരും അവർക്ക് പോക്കറ്റിലാക്കാൻ പറ്റും. BJPക്ക് പണി എളുപ്പമാണ്. ഇപ്പത്തെ ആരാണ് അതിന്റെ ഭാഗമായിട്ട് ഇല്ലാതാക്കപ്പെടുക എന്നുള്ളതാണ് ചോദ്യം. CPM ഈ വിജയം ഈ തവണ നിയമസഭാ ഇലക്ഷനിൽ അവര് ബോധവും തോറ്റുകൊടുത്തില്ലെങ്കിൽ കൊടുത്തല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കണം. അതിശക്തമായ അകൽച്ച ജനങ്ങളുമായിട്ടുണ്ടായിട്ടുണ്ട്.